ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 ഹോട്ട് ടോപ്പിക്സ് 75ൻ്റെ 10ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ് ഇത്. കാരണം 2021 മുതൽ 24 വരെയുള്ള ചോദ്യ പേപ്പറുകൾ വളരെ വ്യക്തമായി വിശകലനം ചെയ്ത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ച ടോപ്പിക്കുകളാണ് നമ്മൾ ഈ 75 ഹോട്ട് ടോപ്പിക്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു PSC എക്സാം എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 50 മുതൽ 65 വരെയുള്ള മാർക്കുകൾ വാങ്ങാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിട്ട് വേണം ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെയും അതേപോലെ തന്നെ മുഴുവനായിട്ടും കണ്ടു തീർക്കുന്നതിനായിട്ട്. ഇതിനുശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരിക. വൺ ക്ലിക്ക് PSC എന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ കൃത്യം 9 മണിക്ക് തന്നെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യം, അതായത് ഒരു ക്വസ്റ്റ്യൻ പോളും അവൈലബിൾ ആയിരിക്കും. അതിൽ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ പഠിക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ ആദ്യം ക്ലാസ് കാണുക, അതിനുശേഷം നിങ്ങൾ നോട്ട് വായിക്കുക, അതിനുശേഷം 9 മണിക്ക് ഈ ചോദ്യം എല്ലാം, അതായത് ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പോൾ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കേരള ചരിത്രമാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ നോൺ ഗ്രാമർ സെക്ഷൻ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് നമുക്ക് കേരള ചരിത്രത്തിലേക്ക് പോകാം. യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് ഏത് നൂറ്റാണ്ടിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത്. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളായിരുന്നു രണ്ട് ആളുകൾ, ഒന്ന് അറബികളും രണ്ട് ചൈനക്കാരും. അപ്പോൾ എന്താണ്, യൂറോപ്യന്മാര് വരുന്നതിന് മുമ്പും ഇന്ത്യയുമായിട്ട് എന്താണ് വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ ഉണ്ടായിരുന്നു. അവരാണ് അറബികളും അതേപോലെ തന്നെ ചൈനക്കാരും. കടൽ മാർഗം ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൊളംബസ് ആണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ച വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളംബസ് ആണ്. ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ ആദ്യ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഡച്ചുകാരാണ് തിരിച്ചു പോയത്. ആദ്യം വന്നതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻസ്, അത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന്റെ കാരണം, റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ് ശരിക്കും ഇന്ത്യയിലേക്ക് പുതിയൊരു കടൽ മാർഗം കണ്ടുപിടിക്കേണ്ട ആവശ്യകതയിലേക്ക് യൂറോപ്യൻസിന് പോകേണ്ടി വന്നത്. ഓക്കെ, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് വിളിപ്പേരുകൾ പഠിക്കാം. എപ്പോഴും PSC ചോദിക്കണയാണ്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരെയാണ് നമ്മൾ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ പരന്ത്രീസുകാർ ഫ്രഞ്ചുകാരാണ്. ഇനി ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡച്ചുകാരാണ്. ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഡച്ചുകാര്. ഡാനിഷുകാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഡെൻമാർക്കുകാരാണ് ഡാനിഷുകാർ. ഇനി വെള്ളക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? അത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെള്ളക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, അതായത് ആദ്യമായി എത്തിയ യൂറോപ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോഡ ബീഫെ എന്ന് പറയുന്ന ആ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയും ആര് തന്നെയാ? പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഗോവ, ദാമൻ, ദിയു. ഒത്തിരി തവണ PSC എക്സാമിൽ
ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ഗോവ, ദാമൻ, ദിയു എന്നിവയാണ് എന്ത് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്താണ് ആര് വന്നത്? യൂറോപ്യൻസ് വ്യാപാരത്തിനായി കേരളത്തിലേക്ക് വന്നത്. അന്ന് അവരിവിടെ വരുമ്പോൾ രണ്ട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു വിദേശികളായിട്ട്. അതാണ് അറബികളും ചൈനക്കാരും. ഇനി ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ വിദേശി ആദ്യം പോയത് അത് ഡച്ചുകാരാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ പുതിയൊരു കപ്പൽ മാർഗം കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1453 ഓട്ടോമാൻ തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഇതായിരുന്നു ശരിക്കും മറ്റൊരു കടൽപാത കണ്ടെടുത്തതിന്റെ ആവശ്യകതയിലേക്ക് പോയത്. വിളിപ്പേരുകൾ നമ്മൾ പറഞ്ഞു. പറങ്കി പോർച്ചുഗീസ്, പരന്ത്രീസ് ഫ്രഞ്ച്, ലന്തക്കാർ ഡച്ചുകാർ, ഡാനിഷ് ഡെൻമാർക്ക്, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യൻ ആയിരുന്നു പോർച്ചുഗീസുകാർ എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യൻ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ വന്നതും ആര് തന്നെയാ? പോർച്ചുഗീസുകാർ തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു. ഇനി നമുക്ക് വാസ്കോ ഡ ഗാമയെ കുറിച്ച് പഠിക്കാം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം PSC ചോദിക്കാറുണ്ട്. 1457 ആര് യാത്ര ആരംഭിച്ചത്? വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത്. എവിടെ നിന്നാ? ലിസ്ബണിൽ നിന്നുമാണ് യാത്ര അദ്ദേഹം ആരംഭിച്ചത്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് മാനുവൽ ഫസ്റ്റ്. അപ്പോൾ മാനുവൽ ഫസ്റ്റ് ആണ് ലിസ്ബണിൽ നിന്നും പോർച്ചുഗീസ് നാവികനായിട്ടുള്ള ആരെ അയച്ചത്? വാസ്കോ ഡ ഗാമയെ അയച്ചത്. അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ വാസ്കോ ഡ ഗാമ തിരിച്ചു വരുമെന്നുള്ള 1% പോലും എന്തുണ്ടായിരുന്നില്ല? പ്രതീക്ഷയുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ആർക്ക്? ഈ പറയുന്ന മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു രാജാവിന്. ഗാമ ആദ്യമായി ഇന്ത്യയിൽ അങ്ങനെ കാലെടുത്ത് കുത്തുകയാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1498 മെയ് 20 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1498 മെയ് 20 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ, എഴുതി വച്ചോ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമാണ് ഏത്? കാപ്പാട്. കോഴിക്കോട് കാപ്പാട് പന്തലായനി ബീച്ചിലാണ് അദ്ദേഹം വന്ന് ഇറങ്ങുന്നത്. പോർച്ചുഗീസുകാർക്ക് കോഴിക്കോടിനെ വിളിച്ചിരുന്നതായിരുന്നു കാലിക്കുറ്റ് എന്ന പേരിലാണ് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരായിരുന്നു സെന്റ് ഗാബ്രിയൽ. സെന്റ് ഗാബ്രിയൽ എന്ന് പറയുന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ ഇങ്ങോട്ടേക്ക് വന്നത്. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളായിരുന്നു സെന്റ് റാഫേലും സെന്റ് ബറിയോയും. അപ്പോൾ സെന്റ് റാഫേൽ, സെന്റ് ബറിയോ, സെന്റ് ഗബ്രിയൽ ഇത്രയും കപ്പലുകളായിരുന്നു അന്ന് എങ്ങോട്ടേക്ക് വന്നത്? ഈ പറയുന്ന നമ്മുടെ കേരളത്തിലേക്ക് വന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ശരിക്കും ലഭിച്ചത്. കാരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റുമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഈ പറയുന്ന മാനുവൽ ഫസ്റ്റ് എങ്ങോട്ടേക്ക് അയച്ചത്? ഈ പറയുന്ന നമ്മുടെ വാസ്കോ ഡ ഗാമയെ എങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷേ എന്താണ്, അദ്ദേഹത്തെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ടായിരുന്നു ഗാമയുടെ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ 60 ഇരട്ടിയോളം. എത്രയാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ തുകയുടെ 60 ഇരട്ടിയോളം എന്താണ് ലാഭവുമായിട്ടാണ് വാസ്കോ ഡ ഗാമ എങ്ങോട്ടേക്ക് എത്തുന്നത്? ഈ പറയുന്ന ലിസ്ബണിലേക്ക് എത്തുന്നത്. മാനുവൽ രാജാവ് ഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകുകയാണ് അതോടുകൂടി. ഓക്കെ, കാരണം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്ന ആള് കൊണ്ടുപോയതിന്റെ 60 ഇരട്ടിയുമായി തിരിച്ചു വരുമ്പോൾ ആർക്കായാലും സന്തോഷം തോന്നില്ലേ? ഓക്കെ, അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് ഒരു പേര് നൽകുകയാണ്, ഡോം എന്ന പേര് അല്ലെങ്കിൽ ഒരു പദവി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അതേപോലെ തന്നെ അധിപൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ വാസ്കോ ഡ ഗാമയാണ്. അത് ആ പദവി ചാർത്തി കൊടുത്തത് അദ്ദേഹമാണ്. മാനുവൽ രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, അധിപൻ എന്നീ വിശേഷിപ്പിച്ചത്. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ തന്നെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് സർദാർ KM പണിക്കർ. ഓർത്തു വച്ചോ, ഒരു മാർക്കാണ്. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ചരിത്രകാരൻ ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ഏതാന്ന് ചോദിച്ചാൽ
അതാണ് ജെറോണിമസ് കത്തീഡ്രൽ. അത് എവിടെയാണ്? ലിസ്ബണിലാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഗോവയിലാണ് വാസ്കോഡഗാമ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാമയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. യാത്ര ആരംഭിച്ചു ലിസ്ബണിൽ നിന്ന് 97. 98 മെയ് 20 ഇവിടെ കാലുകുത്തി. ഗബ്രിയേൽ എന്ന് പറയുന്ന സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് വന്നത്. വന്നപ്പോൾ എന്താണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് കരുതാതെ ആളുകൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോയത് 60 ഇരട്ടിയോളം എന്താണ് ലാഭവുമായിട്ടാണ് തിരിച്ച് വാസ്കോഡഗാമ എങ്ങോട്ടേക്ക് എത്തുന്നത്? ലിസ്ബണിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് പദവി നൽകി? ഡോം പദവി നൽകി. അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, അധിപൻ എന്നിങ്ങനെ കൊടുത്തു. വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് അഭിപ്രായപ്പെട്ടത് സർദാർ KM പണിക്കരാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ എന്താണ് വാസ്കോഡഗാമയുടെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ എന്താണ് ശവശരീരം അടക്കം ചെയ്തത് ആദ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. പിന്നീട് അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബണിലേക്ക് കൊണ്ടുപോവാണ്. വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, 1498 മെയ് 20 വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത്. ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇനി 1499 എന്ത് ചെയ്യാണ്? വാസ്കോഡഗാമ തിരിച്ച് എങ്ങോട്ടേക്ക് എത്തി? ലിസ്ബണിലേക്ക് എത്തുകയാണ് 1499. 1502 അദ്ദേഹം രണ്ടാമത് വീണ്ടും എങ്ങോട്ടേക്ക് വരികയാണ്? നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. കാരണം നമുക്കറിയാം, അതായത് ആദ്യം 1497 അവിടെ നിന്ന് യാത്ര തിരിച്ച് 1498 ഫസ്റ്റ് കേരളത്തിൽ വന്ന് ഇറങ്ങുകയാണ്. അന്ന് വാസ്കോഡഗാമ തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാതെ നിന്നിരുന്ന ഡോം മാനുവലിന്റെ അടുത്തേക്ക് വാസ്കോഡഗാമ ഇവിടെ നിന്നും ശേഖരിച്ചത് അദ്ദേഹം ചെലവാക്കിയതിന്റെ 60 മടങ്ങോളം ആസ്തിയുമായിട്ടാണ് തിരിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നത്. വാസ്കോഡഗാമ ലിസ്ബണിലേക്ക് എത്തുന്നത്. അത് രാജാവിനെ അത്രത്തോളം എന്താക്കി? സന്തോഷത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ ഡോം പദവിയൊക്കെ നൽകിയത്. ഇനി എന്താണ് ഈ പറയുന്ന 1502 വീണ്ടും അദ്ദേഹത്തെ എങ്ങോട്ടേക്ക് അയക്കുകയാണ്? ഇങ്ങോട്ടേക്ക് വരികയാണ്. കാരണം ഇത്രയും സ്വത്തുമായിട്ട് തിരിച്ചു വരുന്ന ഒരാളെ എന്താണ് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സ്വത്തുകൾ കൊണ്ടുവരാനായിട്ട് വീണ്ടും അയക്കുകയാണ് 1502. പിന്നെ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ പറയുന്ന സ്വത്തും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വീണ്ടും അദ്ദേഹം എങ്ങോട്ടേക്ക് എത്തുകയാണ്? ലിസ്ബണിലേക്ക് വളരെ സക്സസ് ആയിട്ട് തന്നെ വീണ്ടും എത്തുകയാണ്. അതിനുശേഷം വീണ്ടും 1524 അദ്ദേഹം എന്ത് ചെയ്യാണ്? വീണ്ടും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ആര് പറഞ്ഞു വിടുകയാണ്? നമ്മുടെ ഡോം മാനുവൽ പറഞ്ഞു വിടുകയാണ്. അന്ന് പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും നാളും എന്ത് ചെയ്തു? വാസ്കോഡഗാമ വാസ്കോഡഗാമ എന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ മൂന്നാമതായിട്ട് വാസ്കോഡഗാമയെ പറഞ്ഞു വിട്ടപ്പോൾ രാജാവ് ഒരു കാര്യം പറഞ്ഞു. നീ ഇനി പോകുന്നത് എന്തായിട്ടല്ല, വെറും ഗാമയായിട്ടല്ല, നീ എന്താണ് വൈസ്രോയി, പോർച്ചുഗീസ് വൈസ്രോയി ആണ് വാസ്കോഡഗാമ ഇനി മുതൽ. അങ്ങനെയുള്ള ഒരു പദവിയോട് കൂടിയാണ് നീ ഇനി എങ്ങോട്ടേക്ക് പോകേണ്ടത്? കേരളത്തിലേക്ക് പോകേണ്ടത്, നീ ഇന്ത്യയിലേക്ക് പോകേണ്ടത് എന്ന് വാസ്കോഡഗാമയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഗാമ എന്ത് ചെയ്യണം? എന്നാൽ നമുക്കൊരു കൈ കൂടി നോക്കാം, മൂന്നാമത് ഞാൻ ഒന്നുകൂടി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒടുക്കത്തെ വരവ് 1524 ഡിസംബർ 24 അദ്ദേഹം വരുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ വരവാന്നുള്ളത് അദ്ദേഹം പോലും എന്ത് ചെയ്തിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല. കാരണം അന്ന് അവിടെ വെച്ച് എന്താണ് ഈ പറയുന്ന വാസ്കോഡഗാമ മലമ്പനി ബാധിച്ച് അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്? വാസ്കോഡഗാമ 1524 ഡിസംബർ 24 ക്രിസ്മസ് രാത്രി അദ്ദേഹം, ക്രിസ്മസിന്റെ തലേ രാത്രി അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ്. ഓക്കെ. 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്രയാണ് വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട വർഷങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഓർത്തു വച്ചോ. 1498 മെയ് 20 വന്നു. 99 തിരിച്ച് ലിസ്ബൺ. 1502 രണ്ടാമത്തെ വരവ്. 1524 മൂന്നാമത്തെ വരവ്. 1524 ഡിസംബർ 24 അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഇനി 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീണ്ടും എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക്, ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ ചാപ്റ്റർ അവിടെ എന്ത് ചെയ്യാണ്? ക്ലോസ് ആവുകയാണ്. അടുത്ത ആളാണ് പെട്രോ അൽവാരിസ് കബ്രാൾ എന്നറിയപ്പെടുന്ന വ്യക്തി. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ. അദ്ദേഹം വന്നത് 1500 പെട്രോ അൽവാരിസ് കബ്രാൾ എത്തുന്നത് 1500. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. എന്നാ ചോദിച്ചാൽ മക്കളെ 1500. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്ന ആ സംഘത്തിൽ
ആപൽക്കരമായ ഒരു യാത്രയ്ക്ക് ശേഷം കബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ അന്ന് 6 കപ്പലുകളും അവശേഷിച്ചിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, അവിടെ നിന്ന് 33 കപ്പലുകളും 1500 ആളുകളൊക്കെ ആയിട്ടാണ് സംഘം പുറപ്പെട്ടതെങ്കിലും തിരിച്ചിവിടെ എത്തിയപ്പോൾ അന്ന് 6 കപ്പലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. കബ്രാളിന്റെ പ്രതിനിധിയായി ഐറിസ് കോയ സാമൂതിരിയുമായ ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ടെ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചേർന്ന പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. പെറോഡ കോവിൽഹ ഇമ്പോർട്ടന്റ് ആണ്. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. ആരാണ്? പെറോഡ കോവിൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയസ് ഡയസ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെച്ചോ. ഒന്നെന്താണ്, കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. അടുത്തത് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയസ് ഡയസ് എന്ന് പറയുന്നത്. കോഴിക്കോടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്നിരുന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലെ വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലേക്ക് സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. ഇതിൽ കോപാലുകരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു. കബ്രാൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് അതോടുകൂടി എന്ത് ചെയ്യാണ്? കപ്പൽ കയറുകയാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് ആരാന്ന് ചോദിച്ചാൽ പെട്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചിയിൽ ആരാണ്? കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണെന്ന് ചോദിച്ച മക്കളെ, അതാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. അതേപോലെ തന്നെ ഇന്ത്യയിൽ കരമാർഗം ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയസ് ഡയസ് എന്ന് പറയുന്നത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആരെന്ന് പറയുന്നത്? പെട്രോ അൽവാരിസ് കബ്രാൾ. എന്നാന്ന് ചോദിച്ചാൽ 1500. ഓർത്തു വെച്ചോ, ഒരു മാർക്കാണ്. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായി. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയം. ഇതിനെയാണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം. ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം ആവിഷ്കരിച്ചത് താഴെ പറയുന്നവയില് ഏത് പോർച്ചുഗീസ് വൈസ്രോയി ആണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിന്റെ ഉത്തരമാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി എന്താണ്? ശക്തമായ ഒരു നാവികപ്പടയെ നേടിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസുകാർക്ക് വ്യാപാരം വളർത്തുക. ഇതായിരുന്നു ഈ ബ്ലൂ വാട്ടർ പോളിസി കൊണ്ട് അവര് ഉദ്ദേശിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ആരാ ഇത് നടപ്പിലാക്കിയത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽബുക്കർക്കിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോർച്ചുഗീസ്. ആദ്യത്തെ ഫ്രാൻസിസ്കോ ഡി അൽമേഡ, രണ്ടാമത്തെ ആരാണ്? ഈ പറയുന്ന നമ്മുടെ അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനികൾ വൽക്കരിക്കുന്നതിന് നേതൃത്വം വഹിച്ച വൈസ്രോയി. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ, അതേപോലെ മിശ്ര കോളനി വ്യവസ്ഥ ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അൽബുക്കർക്കാണ്. അതായത് മിശ്ര കോളനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളെ പോർച്ചുഗീസ് സൈന്യത്തിൽപ്പെട്ട സൈനികര് കല്യാണം കഴിക്കുകയും അതുവഴി ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറയുന്നത്
പോർച്ചുഗീസുകാരോട് അനുഭാവിത്വം പുലർത്തുന്ന കുട്ടികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ഒരു പുതിയൊരു പരിഷ്കാരമായിരുന്നു ഈ പറയുന്ന മിശ്ര കോളനി സമ്പദ് വ്യവസ്ഥ, അല്ല മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയല്ല, മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത്, മിക്സഡ് കോളനി. അപ്പോൾ അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? പോർച്ചുഗീസ് സാമ്രാജ്യം വിപുലപ്പെടുത്തുക എന്നതായിരുന്നു അൽബുക്കറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് അട്ടർ ഫെയിലിയർ ആയിരുന്നു. കാരണം എന്താണ്? നിലവിൽ ഈ പറയുന്ന പോർച്ചുഗീസുകാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഇന്ത്യൻ സ്ത്രീകൾ, അവരിലുണ്ടായ കുട്ടികളെല്ലാവരും ആരോട് അനുഭവം പുലർത്തുന്നതായിരുന്നു? അവരുടെ അമ്മയോട്, അതായത് എന്താണ്, ഭാരതത്തോട് കൂടുതൽ എന്താണ് അനുഭവം പുലർത്തുന്ന കുട്ടികളായിരുന്നു. അങ്ങനെ തന്നെ ആ ഒരു പരിപാടി എന്നേക്കുമായിട്ട് അവർ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. നീതി പരിപാലനം കർശനമാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം കൊണ്ടുവരികയും, നാണയ സമ്പ്രദായം ഇതൊക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ സതി നിരോധിച്ചു, അതേപോലെ തന്നെ നാണയ സമ്പ്രദായം കൊണ്ടുവന്നു. ഇതൊക്കെ ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിൽ സതി നിരോധിച്ചു, നല്ല കാര്യമാണ്. അതേപോലെ തന്നെ നാണയ സമ്പ്രദായം കൊണ്ടുവന്നു. ഇതുമാതിരി തന്നെയാ പോർച്ചുഗീസ് വൈസ്രോയി. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് എന്നാന്ന് ചോദിച്ചാൽ 1510 കോട്ട എന്ത് ചെയ്തത്? പിടിച്ചെടുത്തത്. അപ്പോൾ പോർച്ചുഗീസുകാര് ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന്, അതായത് മുഹമ്മദ് ആദിൽ ഷയിൽ നിന്ന് 1510. പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക എന്നതായിരുന്നു. അപ്പൊ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. അടുത്തത് കുഞ്ഞാലി മരക്കാറിലേക്ക് പോകാം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് ആരെന്ന പേരിൽ അറിയപ്പെടുന്നത്? കുഞ്ഞാലി മരക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ്. അപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാ? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർ സ്വീകരിച്ച യുദ്ധമുറയായിരുന്നു എന്ത്? ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത്. ഈ ഗറില്ല യുദ്ധമുറ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒളിപ്പോരാണ്, മറഞ്ഞു നിന്ന് ആക്രമിക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗറില്ല യുദ്ധമുറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഒളിപ്പോര്. നമുക്കറിയാം കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ എന്നിങ്ങനെ കുഞ്ഞാലിമാന്മാരാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4, അപ്പോൾ അത്രയും കുഞ്ഞാലി മരക്കാറുകളാണ് നിലവിലുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാന്ന് ചോദിച്ചാൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. ചാലിയങ്കോട്ട തകർത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാണ്. ചാലിയങ്കോട്ടയെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഫത്ഹുൽ മുബീൻ. അപ്പോൾ ഫത്ഹുൽ മുബീൻ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് എന്തെന്ന് പറയുന്നത്? ഫത്തുൽ മുബീൻ എന്ന് പറയുന്നത്. വ്യക്തമായ വിജയം എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും വേണ്ടി ഒരേപോലെ പോരാടിയും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുകയും സുൽത്താൻമാരെന്ന വരികൾ, ഈ വരികൾ അക്കാലത്ത് സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വീരൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്ന പേരൊക്കെ ആരിൽ നിക്ഷിപ്തമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞാലി നാലാമനിൽ നിക്ഷിപ്തമായിരുന്നു. അടിച്ചിട്ട് കടന്നുകളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ചത് കുട്ടിയലിയാണ്. 1586, 1589 സുപ്രധാന 2 നാവിക യുദ്ധങ്ങൾ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാർക്ക് ദയനീയമായി പരാജയപ്പെടുത്തുകയായിരുന്നു. ഓക്കെ, അപ്പൊ 1586-ലും 1589-ലും സുപ്രധാനമായ 2 നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തിയിരുന്നു. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ചാണ് വധിച്ചത്. അത് എന്നാന്ന് ചോദിച്ചാൽ 1600-ലാണ് കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാര് ഗോവയിൽ വച്ച് വധിച്ചത്. 1600 ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ
കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വടകരയാണ്. ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വടകര. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാന്ന് ചോദിച്ചാൽ അത് 2000-ലാണ്. അപ്പൊ 2000-ൽ എന്ത് ചെയ്തു? കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം എന്ത് ചെയ്തു? സ്റ്റാമ്പ് പുറത്തിറക്കി. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗൽ നിർമ്മിച്ച കോട്ട ചാലിയൻകോട്ട. കോഴിക്കോട് ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് ന്യൂനോ ഡ കുൻഹ. ന്യൂനോ ഡ കുൻഹയാണ് കോഴിക്കോട് എന്ത് ചെയ്തത്? ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ. ചോദിക്കാൻ വേണമെങ്കിൽ ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ന്യൂനോ ഡ കുൻഹ. ന്യൂനോ ഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിൽ നീട്ടിയ ബീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയൻകോട്ട. എത്ര തവണയാണ് ഇത് PSC ചോദിച്ചതെന്ന് ഒരു പിടുത്തവുമില്ല. അത്രത്തോളം തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാമൂതിരിയുടെ കണ്ടത്തിൽ നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലിയം കോട്ടയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി എന്നറിയപ്പെടുന്നത്. അപ്പോൾ 16-ാം നൂറ്റാണ്ടില് പോർച്ചുഗീസ് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഗോതിക് ശൈലി ആര് കൊണ്ടുവന്ന? 16-ാം നൂറ്റാണ്ടില് ആര്? പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ പുതിയ വാസ്തുവിദ്യ ശൈലിക്ക് പറയുന്ന പേരായിരുന്നു ഗോതിക് ശൈലി. ഇനി നമുക്ക് കഴിഞ്ഞ പ്രിസണർ ഓഫീസറിനാണ് ഈ ചോദ്യം ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ കാട്ടസ് വ്യവസ്ഥ നമുക്കറിയാം. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആയിരുന്നു കാട്ടസ്. കാട്ടസ് വ്യവസ്ഥ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാട്ടസ് എന്ന് വിളിക്കുന്നത്. ഇനി കാട്ടസ് ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കാട്ടസ്. അപ്പൊ ആ ഒരു പാസ് നമ്മുടെ കൈ കിട്ടുമ്പോൾ ആ പാസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യമാണ് എന്ത്? കപ്പലിന്റെ വലിപ്പം. കപ്പലിന്റെ വലിപ്പം ആ ഒരു കാട്ടസ് എന്ന് പറയുന്ന പാസിലുണ്ടാവും. കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം ഏതാന്നുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിരുന്നത്? ഉൾപ്പെടുത്തിയിരുന്നത്. കാട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിലെ ആളുകളെ അടിമകളാക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു ശരിക്കും കാട്ടസ് കൊടുക്കാത്ത കപ്പലുകൾക്ക് കൊടുത്തിരുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. ഇന്ത്യയിൽ ഗോതിക് ശൈലി നമ്മൾ പറഞ്ഞു ആരാ കൊണ്ടുവന്ന? പോർച്ചുഗീസുകാരാ. അങ്ങനെ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികളായിരുന്നു ഏതൊക്കെ? സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. ഓക്കെ, ബോം ജീസസ് പള്ളി ഗോവയും സെന്റ് ഫ്രാൻസിസ് പള്ളി ഏതാണ്? കൊച്ചിയിലെയും. ഇനി നമുക്ക് മാനുവൽ കോട്ടയിലേക്ക് പോവാം. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. നിർമ്മിച്ചത് എന്നാ? 1503-ലാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത്. കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്, കൊച്ചിൻ കോട്ട എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാനുവൽ കോട്ട. അപ്പൊ ഒത്തിരി തവണ PSC ചോദിച്ചാണ്ടോ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് മറ്റു പേരുകൾ, മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ മക്കളെ? ഒന്നാമത് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ഐക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ് എന്ത് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് 1513-ലാണ്. കണ്ണൂർ സന്ധി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് 1513. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1540 പൊന്നാനി സന്ധി. അപ്പോ കണ്ണൂർ സന്ധി എന്നാ ഒപ്പുവെച്ചേ? 1513-ലാണ്. എന്നാണ് പോർച്ചുഗീസുകാർ കോഴിക്കോടുമായി പൊന്നാനി സന്ധി? 1540. അടുത്താണ് തുഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ ആരാണ്?
സൈനുദ്ദീൻ, അതായത് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് ഈ പറയുന്ന എന്ത് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. എന്താണ്? കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷയാണ് അറബി ഭാഷയിലാണ് ഈ കൃതി രചിച്ചത്, അറബി ഭാഷയിലാണ്. ഇനി പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച ചില പദങ്ങൾ, എപ്പോഴും ചോദിക്കാറുള്ള പദങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാമത്തെയാണ് ലേലം, രണ്ടാമത്തെ ബാറ്ററി, മൂന്നാമത്തെ മുറം, പിന്നെ പതക്കം, കൊന്ത, കുംഭസാരം, വികാരി, ചാവി, ജനൽ, കസേര, ബെഞ്ച്. അപ്പോൾ ഇത്രയും പദങ്ങളാണ് ഏതിൽ നിന്നും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പോർച്ചുഗീസുകാരിൽ നിന്ന് നമ്മൾ വാങ്ങിയ പദങ്ങൾ അല്ലെങ്കിൽ കടമെടുത്ത പദങ്ങളാണ് മലയാളത്തിലേക്ക്. ലേലം, ബാറ്ററി, മുറം, പതക്കം, കൊന്ത, കുംഭസാരം, വികാരി, ചാവി, ജനൽ, കസേര, ബെഞ്ച്, വരാന്ത. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് അടുത്ത് ഡച്ചുകാരിലേക്ക് പോവാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് 1604 അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 രൂപീകൃതമായി. ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിലെത്തിയത് 1604 ഡച്ച് അഡ്മിറൽ സ്റ്റീവ് വാർഡർ നേതൃത്വത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1604 നവംബർ 11 കോഴിക്കോട് സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഡച്ചുകാര് ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യ കരാറായിരുന്നു ഇതെന്ന് പറയുന്നത്. 1608 കോഴിക്കോട് സന്ദർശിച്ച അഡ്മിറൽ വെർഹോഫ് 1604 വ്യവസ്ഥകൾ ആവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കി. ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ആക്രമണം നടത്താൻ തീരുമാനിച്ചത് 1619 അതേപോലെ തന്നെ ഈ പറയുന്ന 1619 തന്നെ അവരെന്ത് ചെയ്യാണ്, ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തിയ വർഷമാണ് 1663. അപ്പോൾ ഡച്ചുകാരിൽ നിന്നും ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാങ്കോയിൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാങ്കോയിൻസ്. മാവേലിക്കര ഉടമ്പടി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അത് എന്നാന്ന് ചോദിച്ചാൽ 1753. മാവേലിക്കര ഉടമ്പടി തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്നും തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ നിഷ്പക്ഷത പാലിക്കണം എന്നുമായിരുന്നു മാവേലിക്കര ഉടമ്പടി 1753 വ്യവസ്ഥിതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, അതായത് മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരിടപെടരുത്, ഡച്ചുകാര് ഇടപെടരുത്. അതേപോലെ തന്നെ എന്താണ്, തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ട നിഷ്പക്ഷത പാലിക്കണം എന്നുമായിരുന്നു വ്യവസ്ഥ. ഡച്ചുകാരുടെ സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം, തുണിക്ക് ചായം മുക്കൽ, തെങ്ങു കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ എന്തായിരുന്നു സംഭാവന എന്ന് ചോദിച്ചാൽ അതാണ് ഹോർത്തൂസ് മലബാർ റിക്കസ്. അതേപോലെ തന്നെ കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രികൾ ആരംഭിച്ച പ്രദേശമാണ് പള്ളിപ്പുറം. അപ്പോൾ പള്ളിപ്പുറത്ത് എന്ത് ചെയ്തു, കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് ആശുപത്രിയും സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. ഹോർത്തൂസ് മലബാർ റിക്കസ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ, വൈദ്യനാണ്. അദ്ദേഹത്തിന്റെ ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കുരിയാവിള ആണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ കടക്കരപ്പള്ളി ആലപ്പുഴയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മക്കളെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ, അത് കടക്കരപ്പള്ളി ആലപ്പുഴയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്.
ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗാഢസ്വാരസ ബ്രാഹ്മണരാരാന്ന് ചോദിച്ചാൽ ഗൗഡസ്വാരസ ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ ബ്രാഹ്മണർ 3 പേരാണ്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമലസ് പുരോഹിതനാണ് ജോൺ മാത്യൂസ്. അപ്പോ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്. 742 സസ്യങ്ങളെ കുറിച്ചുള്ള അവയുടെ ഔഷധങ്ങളെ കുറിച്ചുമാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. 742 സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 794 ചിത്രങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 742 സസ്യങ്ങളെ കുറിച്ചും 794 ചിത്രങ്ങളുമാണ് ഏതിലുണ്ടായിരുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ ഔഷധ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർണൈറോ. ഇമ്മാനുവൽ കർണൈറോ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിച്ചതിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ സർവകലാശാല കേരള സർവകലാശാല. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണ് ചോദിച്ചാൽ 2020 KS മണിലാലിന് പത്മശ്രീ ലഭിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്തത് ഫ്രഞ്ചുകാര്. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ എന്നറിയപ്പെടുന്നത്. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കൊബാർട്ട്. അപ്പോൾ കൊബാർട്ടാണ് എന്ത് സ്ഥാപിച്ചത്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കൊബാർട്ട്. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി, കാരക്കൽ, യാനം, ചാന്ദ്രനഗർ, പോണ്ടിച്ചേരി. 5 എണ്ണമാണ് ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ എന്നറിയപ്പെടുന്നത്. മാഹി, കാരക്കൽ, യാനം, ചാന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഇനി തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികളായിരുന്നു ഫ്രഞ്ചുകാരെന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹി മയ്യഴി. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് 1724 മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത്. 1725 കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനായിരുന്നു ബെർട്രൻഡ് ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണൈസ്. ഓക്കെ, അപ്പോൾ 1725 കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രൻഡ് ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണൈസ്. ഓക്കെ, 1761 ഇംഗ്ലീഷുകാർ മാഹി പിടിച്ചെടുത്തു. എന്നാൽ 1763 പാരീസ് ഉടമ്പടി അനുസരിച്ച് ഫ്രഞ്ചുകാർ തിരിച്ചു കൊടുത്തു. ഫ്രഞ്ച് ഇന്ത്യക്കാർ, അതായത് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം എന്നാണ് ചോദിച്ചാൽ മക്കളെ അത് 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത്. 1954. നമുക്കിനി ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പഠിച്ചത്. അപ്പോൾ ബാക്കിയുള്ള യൂറോപ്യൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് വീണ്ടും ഒന്നുകൂടി സെറ്റ് ചെയ്ത് അത് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ഇതിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ LDC 2024 മിഷൻ 100 ഡേയ്സിൻ്റെ സ്റ്റഡി, അതിനുവേണ്ടി ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് നിലവിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളൂ. നമുക്ക് നേരെ സോയിലിലേക്ക് പോകാം. മണ്ണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? JW ലെതർ ആണ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാൽ JW ലെതർ. JW ലെതർ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പെഡോജനസിസ്. പെഡോജനസിസ് എന്നതാണ് മണ്ണ് രൂപം കൊള്ളുന്ന ആ ഒരു പ്രക്രിയയ്ക്ക്, പ്രോസസ്സിന് പറയുന്ന പേരാണ് പെഡോജനസിസ്. പെഡോജനസിസ്. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പെഡോളജി എന്ന് പറയുന്ന. നിരവധി തവണ PSC ചോദിച്ചിട്ട് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പെഡോജനസിസ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി ആണ് JW ലെതർ.
ഇന്ത്യൻ മണ്ണിനെ താഴെ പറയുന്നവയിൽ നമുക്ക് വർഗീകരിക്കാം. ഒന്നാമത്തെയാണ് എക്കൽ മണ്ണ്. ഒന്നാമത്തെ എക്കൽ മണ്ണ് അല്ലെങ്കിൽ അതർവൈസ് നോൺ എസ് അലൂവിയൽ സോയിൽ. ഓക്കെ, അപ്പോൾ എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ എന്നറിയപ്പെടുന്നത് ഏത് മണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ് കാണപ്പെടുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ, ഈ പറയുന്ന എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. അടുത്തതാണ് രണ്ടാമത്തെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. അടുത്തത് ചുവന്നതും മഞ്ഞ നിറത്തിലുമുള്ള മണ്ണ് അല്ലെങ്കിൽ റെഡ് ആൻഡ് യെല്ലോ സോയിൽ. റെഡ് ആൻഡ് യെല്ലോ സോയിലാണ് മൂന്നാമത്തെ മണ്ണെന്ന് പറയുന്നത്. ചുവന്നതും അതേപോലെ തന്നെ എന്താണ് മഞ്ഞ നിറത്തിലുള്ളതുമായിട്ടുള്ളത്. അടുത്തതാണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ എന്താണ് ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ ലാറ്ററൈറ്റ് സോയിലാണ് അതർവൈസ് നോൺ എസ് ചെങ്കൽ മണ്ണ്. അടുത്തത് വരണ്ട മണ്ണ്, എരിഡ് സോയിൽ. ഓക്കെ, അപ്പോൾ എരിഡ് സോയിൽ എന്നറിയപ്പെടുന്നതാണ് വരണ്ട മണ്ണ്. അടുത്തത് ലവണ മണ്ണ്, സലൈൻ സോയിൽ. ഓക്കെ, സലൈൻ സോയിൽ എന്നറിയപ്പെടുന്നതാണ് ലവണ മണ്ണ്, സലൈൻ സോയിൽ. അടുത്തത് പീറ്റ് മണ്ണ്, പീറ്റ് സോയിൽ. അടുത്തത് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. അപ്പോൾ ഇത്രയും ഇനം മണ്ണുകൾ 1, 2, 3, 4, 5, 6, 7, 8 തരം മണ്ണുകളാണ് നിലവിൽ നമുക്ക് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ നമുക്ക് 8 ഇനം മണ്ണുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽ, കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ, ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ് റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ, വരണ്ട മണ്ണ് എരിഡ് സോയിൽ, ലവണ മണ്ണ് സലൈൻ സോയിൽ, പീറ്റ് മണ്ണ് എന്താണ് പീറ്റി സോയിൽ, വനമണ്ണ് ഫോറസ്റ്റ് സോയിൽ. ഇനി എക്കൽ മണ്ണ് നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാ? അത് ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലും നദീതീരങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണുന്നത്? എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. നദികളും അരുവികളും വഹിച്ചു കൊണ്ടുവന്ന നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടിയാണ് ഈ മണ്ണുണ്ടാകുന്നത്. ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്തു നിന്ന് താഴ്വരകളിൽ ഇവ കാണപ്പെടുന്നു. എക്കൽ മണ്ണിന്റെ നിറം ഇളം ചാര നിറവും അതേപോലെ തന്നെ എന്താണ് കടും ചാര നിറം വരെ നമുക്ക് എന്ത് ചെയ്യാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിക്ഷേപത്തിന്റെ കനം, തരികളുടെ വലിപ്പം, പക്വമാനമെടുക്കുന്ന സമയം എന്നിവയെ ആശ്രയിച്ചാണ് ഇതിന്റെ നിറം രൂപപ്പെടുന്നത്. അപ്പൊ അത് രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് വലിപ്പം, അതേപോലെ തന്നെ എന്താണ് തരികളുടെ കനം, അതേപോലെ അത് എടുക്കുന്ന സമയം, ഇതൊക്കെയാണ് മണ്ണ് ആകാനെടുക്കുന്ന സമയമൊക്കെ ആശ്രയിച്ചാണ് അതിന്റെ കളറ് ഇരിക്കുന്നത്. ഇനി എക്കൽ മണ്ണ് കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പോൾ എന്താണ് ഈ പറയുന്ന നമ്മുടെ നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതും തന്നെയാണ് ഈ പറയുന്ന എക്കൽ മണ്ണാണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദന ക്ഷമതയുള്ള മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതും എന്ത് തന്നെയാണ്? നമ്മുടെ എക്കൽ മണ്ണാണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനവും ഏത് തന്നെയാണ്? ഈ പറയുന്ന അലൂവിയൽ സോയിലാണ്. എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? അതായത് എക്കൽ മണ്ണില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് പൊട്ടാഷ് ആണ്. എക്കൽ മണ്ണിലെ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ ആണ്. നൈട്രജൻ വളരെ കുറവായിരിക്കും എക്കൽ മണ്ണില്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് എക്കൽ മണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തില് കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലാണെന്നുള്ളതും കമന്റ് ചെയ്യുക. അപ്പൊ 2 ചോദ്യങ്ങളാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാന്നുള്ളത്, അതേപോലെ തന്നെ എന്താണ് ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഈ മണ്ണ് കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് എന്നുള്ളതും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി JW ലെതർ ആണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പെഡോജനസിസ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മണ്ണിനെ താഴെ പറയുന്ന വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം.
എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ്, ചെങ്കൽ മണ്ണ്, വരണ്ട മണ്ണ്, ലവണ മണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ്. ഇതൊക്കെയാണ് നിലവിലത്തെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് എന്തിനു വേണ്ടിയിട്ടാ? എക്കൽ മണ്ണ് കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് ഉപയോഗിക്കുന്നത്. എക്കൽ മണ്ണ് നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണുന്നത് ഏതാ? ഈ പറയുന്ന എക്കൽ മണ്ണാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എക്കൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് കിസാൻ മസ്ദൂർ ശക്തി സംഘതൻ. ഓക്കെ, അപ്പോ വിവരാവകാശ നിയമം ഒത്തിരി തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് കേട്ടോ. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് കിസാൻ മസ്ദൂർ ശക്തി സംഘതൻ. കിസാൻ മസ്ദൂർ ശക്തി സംഘതനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം. കിസാൻ മസ്ദൂർ ശക്തി സംഘതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ആരാണ്? അരുണ റോയി. 1996 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ പ്രാരംഭ കരട് രൂപവൽക്കരിച്ചത്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1997 വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ചാണ്, അത് സ്വീഡൻ ആണ്. അപ്പോൾ ഇന്ത്യയിലെ തമിഴ്നാട്, അത് പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണത്. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓർത്തു വച്ചോ, 1 മാർക്കാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും വിവരാവകാശ നിയമം എന്ന് ചോദിച്ചാൽ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാന്ന് ചോദിച്ചാൽ അത് വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് 13, 16, 17. അപ്പൊ ആർട്ടിക്കിൾ 13, 16, 27 വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പ്. വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസാക്കിയത് 2005 മെയ് 11 വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസാക്കിയത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാണ്? അത് 2005 ഒക്ടോബർ 12. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. അതായത് വിവരാവകാശ നിയമം എന്ത് ചെയ്തത്? നിലവിൽ വന്നത് എന്നാ ചോദിച്ചാൽ 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗുമാണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ച മകളെ അത് APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ശൈലികളിലേക്ക് നമുക്ക് പോകാം. അകത്തൈവ പ്രയോഗം എന്ന് ചോദിച്ചാൽ ചതിയില്ലാത്ത പ്രവൃത്തിയാണ്
അകത്തൈവ പ്രയോഗം. അകത്തൈവ പ്രയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചതിയില്ലാത്ത പ്രവൃത്തി. അക്കരെ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമഘട്ടം തരണം ചെയ്യുക. അക്കരെ പറ്റുക, വിഷമഘട്ടം തരണം ചെയ്യുക. അഗ്നിപർവ്വതത്തിൽ കർപ്പൂരബാണം, നിഷ്ഫലമായ പ്രവർത്തികയാണ് അഗ്നിപർവ്വതത്തിൽ കർപ്പൂരബാണം. ഇനി അങ്കുലികം എന്ന് ചോദിച്ചാൽ തീരെ ചെറിയ വസ്തുവിനെയാണ് അങ്കുലികം. തീരെ ചെറിയ വസ്തു അങ്കുലികം. അങ്ങാടി നമ്പൂതിരി, അലഞ്ഞു തിരിയുന്ന ആളെയാണ് അങ്ങാടി നമ്പൂതിരി എന്ന് പറയുന്നത്. അലഞ്ഞു തിരിയുന്ന ആളാണ് എന്ത്? അങ്ങാടി നമ്പൂതിരി. ഇനി നമുക്കറിയാം അങ്ങാടിപ്പാട്ട്, നാട്ടുവർത്തമാനമാണ് അങ്ങാടിപ്പാട്ട്. അടിതെറ്റുക സ്ഥാനം പിഴയുക. അടിവയറ്റിലെ തീ, വലിയ ഭയത്തെയാണ് അടിവയറ്റിലെ തീ എന്ന് പറയുന്നത്, വലിയ ഭയം. ഇനി ആകാശകുസുമം, ഇല്ലാത്ത വസ്തുവെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആകാശകുസുമം, ഇല്ലാത്ത വസ്തു. ഇനി ആകാശക്കോടാലി, വിചാരിക്കാത്ത ആപത്ത്, വിചാരിക്കാതെ ഉണ്ടാകുന്ന ഒരു ആപത്തിനെയാണ് ആകാശക്കോടാലി. ആകാശക്കോട്ട, മനോരാജ്യം കാണുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? ആകാശക്കോട്ട. ആകാശം ഇടിയുക, വലിയ ആപത്ത് നേരിടുക. അപ്പോൾ ആകാശം ഇടിയുക, വലിയ ആപത്ത് നേരിടുക. അങ്ങാടിപ്പാട്ട്, നാട്ടുവർത്തമാനമാണ് അങ്ങാടിപ്പാട്ട്. അടിതെറ്റുക, അടിസ്ഥാനം പിഴയുക. അടുത്തത് അടുപ്പിൽ ചുറ്റിയ കോഴി, അതായത് വെളിയിലെങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളിനെയാണ് അടുപ്പിൽ ചുറ്റിയ കോഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശൈലികൾ നമുക്ക് മലയാളത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. അകത്തൈവ പ്രയോഗം, ചതിയില്ലാത്ത പ്രവൃത്തിയാണ് അകത്തൈവ പ്രയോഗം. അക്കരെ പറ്റുക, വിഷമഘട്ടം തരണം ചെയ്യുക. അഗ്നിപർവ്വതത്തിൽ കർപ്പൂരബാണം, നിഷ്ഫലമായ പ്രവൃത്തി. അങ്കുലികം, തീരെ ചെറിയ വസ്തുവാണ് അങ്കുലികം. അങ്ങാടി നമ്പൂതിരി, അലഞ്ഞു തിരിയുന്ന ആളെയാണ് അങ്ങാടി നമ്പൂതിരി. അങ്ങാടിപ്പാട്ട്, നാട്ടുവർത്തമാനം. അടിതെറ്റുക, സ്ഥാനം പിഴയുക. അടിവയറ്റിലെത്തി, വലിയ ഭയം. ആകാശകുസുമം, ചോദിച്ചങ്ങനെ ചോദ്യമാണോ ഇത്? ഇമ്പോർട്ടൻ്റ് ആണ്. ആകാശകുസുമം, ഇല്ലാത്ത വസ്തു. ആകാശകുസുമം, ഇല്ലാത്ത വസ്തു. ആകാശക്കോടാലി, അത് വിചാരിക്കാത്ത ആപത്ത്. ആകാശക്കോട്ട, മനോരാജ്യം. ആകാശം ഇടിയുക, വലിയ ആപത്ത് നേരിടുക. അങ്ങാടിപ്പാട്ട്, നാട്ടുവർത്തമാനം. അടിതെറ്റുക, അടിസ്ഥാനം പിഴയുക. അടുപ്പിൽ ചുറ്റിയ കോഴി, വെളിയിലെങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആള്. ഇനി നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. പ്ലേസ് വെയർ വെപ്പൺസ് ആർ കെപ്റ്റ് ആണ് ആഴ്സണൽ. അതായത് ആയുധപ്പുരയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആഴ്സണൽ എന്ന് പറയുന്നത്. പ്ലേസ് വെയർ വെപ്പൺസ് ആർ കെപ്റ്റ് ആണ് ആഴ്സണൽ. അതായത് ആയുധപ്പുര, ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് ആഴ്സണൽ എന്ന് പറയുന്നത്. ഇനി പ്ലേസ് വെയർ ബ്രെഡ് ഈസ് മെയ്ഡ്, അതായത് ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ബേക്കറി എന്ന് വിളിക്കാം. ഓക്കെ, പ്ലേസ് വെയർ ബ്രെഡ് ഈസ് മെയ്ഡ്, ബേക്കറി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തെ ബേക്കറി എന്ന് പറയാം. ബ്രെഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബേക്കറി എന്ന് നമുക്ക് വിളിക്കാം. ഫാക്ടറി ഫോർ മാനുഫാക്ചറിങ് ബീർ, അത് ബീർബെറി ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫാക്ടറി? അതായത് എന്താണ് ബിയറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറിയാണ് ബീർബെറി എന്ന് വിളിക്കുന്നത്. അടുത്തത് ഗാംബ്ലിംഗ് ടേബിൾ, അതിനെ നമുക്ക് കാസിനോ എന്ന് വിളിക്കാം. ഓക്കെ, ആ ഗാംബ്ലിംഗ്, അതായത് ചൂതാട്ടമൊക്കെ നടക്കുന്ന സ്ഥലം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാസിനോ. അടുത്തത് ചാർജർ ഓഫ് ബിഷപ്പ്, അതിനെയാണ് കത്തീഡ്രൽ എന്ന് വിളിക്കുന്നത്. ചാർജർ ഓഫ് ബിഷപ്പ്, കത്തീഡ്രൽ. അടുത്തത് പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഇന്ററാക്ട്, അതാണ് സെമിത്തേരി. അതായത് എന്താണ്? പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഇന്ററാക്ട്, അതായത് ഡെഡ് ബോഡികളൊക്കെ എന്താണ് അടക്കം ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ സെമിത്തേരി എന്ന് വിളിക്കുന്നത്. പ്ലേസ് ഇൻ റെയിൽവേ സ്റ്റേഷൻ വെയർ ലഗേജ് ഈസ് കെപ്റ്റ് ക്ലോക്ക് റൂം, അതായത് നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യുന്ന വയ്ക്കുന്ന ആ ഒരു പ്ലേസ്, അതിനെ ലഗേജ് ഒക്കെ വയ്ക്കുന്ന ആ ഒരു പ്ലേസിനെ, അല്ലെങ്കിൽ ആ ഒരു റൂമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോക്ക് റൂം. ഇപ്പൊ നമ്മൾ PSC എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്ത് പറയാനുണ്ട്, ക്ലോക്ക് റൂമിൽ നിങ്ങളുടെ ബാഗ്, വാച്ച്, അതേപോലെ തന്നെ എന്താണ് എല്ലാ സാധനങ്ങളും എടുത്ത് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേനയും അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ID പ്രൂഫും അതേപോലെ വേണമെങ്കിൽ മാത്രം ബോട്ടിൽ ഒന്നും എംബ്ലം ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലും വെള്ളമായിട്ട് അകത്തേക്ക് കയറാം. അപ്പൊ അതേപോലെയൊക്കെയാണ് അവസ്ഥ. ഓക്കെ, ഇനി പ്ലേസ് വെയർ എന്താണ്? ഷിപ്പ് ആർ മെയ്ഡ്, പ്ലേസ് വെയർ ഷിപ്പ് ആർ മെയ്ഡ് ആണ് എന്തെന്ന് പറയുന്നത്? അതിനെ ഡോക്കിയാർഡ് എന്ന് നമുക്ക് വിളിക്കാം. പ്ലേസ് വെയർ ഷിപ്പ് ആർ മെയ്ഡ്, ഡോക്കിയാർഡ്. അപ്പോൾ
എന്താണ് അതായത് കപ്പലുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡോക്ക് യാർഡ് എന്ന് വിളിക്കുന്നത്. പ്ലേസ് വെയർ ഗുഡ്സ് ആർ മെയ്ഡ്, അതായത് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫാക്ടറി എന്ന് വിളിക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും എന്താണ് PSC വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. സൗണ്ട് മാക്സിമം ഞാനുള്ള ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സൗണ്ടിൻ്റെ കാര്യം. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൈക്ക് കൂടി സെറ്റ് ചെയ്തിട്ട് അത് റെഡിയാക്കാം. കാരണം ലാപ്പിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇടിവെട്ടി അങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇന്ന് വൈകിയത് വീഡിയോ വരാനായിട്ട്. പക്ഷേ എല്ലാവരും പെട്ടെന്ന് തന്നെ കണ്ടു തീർത്തിട്ട് നേരെ ടെലഗ്രാമിലേക്ക് വരിക. 9 മണിക്ക് തന്നെ ക്വസ്റ്റ്യൻ ബോർഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ കിടിലമായിട്ട് തന്നെ മക്കളെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ എക്സാമുകൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അത് എടുക്കുന്ന എക്സാമുകൾ അത് നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ഈ പറയുന്ന രാവിലത്തെ സെക്ഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ലെവലിൽ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഉറക്കമൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് എക്സാമിന് വേണ്ടി ചെയ്യേണ്ടത്. എന്താണോ PSC നമ്മുടെ അടുത്ത് പറയുന്ന സമയം എക്സാമിന് വേണ്ടിയിട്ട്, ആ ഒരു സമയം തന്നെ നമ്മൾ എല്ലാ ദിവസവും എക്സാമിന് വേണ്ടിയിട്ട് എടുക്കുക. അതേപോലെ തന്നെ പ്രത്യേകം എല്ലാവരുടെ അടുത്തും പറയുകയാണ്, OMR ബുക്ക്ലെറ്റിൽ തന്നെ ഇനി മുതൽ എക്സാമുകൾ എഴുതി പഠിക്കണം. കാരണം തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ ഏറ്റവും അടുത്തുള്ള നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ് എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. അപ്പോൾ അവരൊക്കെ അങ്ങനെ തന്നെ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.